പാരിസ്ഥിതിക ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം EC കൊടുക്കുന്നവർ ക്വാറിക്ക് അവരിന്ന് പാർവത്തുനീർ മേലുത്താനിയിലെ ജനവിരുദ്ധ ക്വാറി പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു. അവിടെ ആ പ്രദേശത്തെ നാട്ടുകാരെല്ലാം എത്തിയിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് അവർ വന്നത്. ആ കേസ് അവിടെ ക്വാറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ. അത് ക്വാറി ഉടമ കൊടുത്ത കേസാണ്. അതിൽ ആക്ഷൻ കമ്മിറ്റിയിലെ ആളുകൾ പ്രതികളായി, ഉദ്യോഗസ്ഥന്മാർ പ്രതികളാണ്. അപ്പോൾ ആക്ഷൻ കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങളതിൽ കക്ഷി ചേർന്ന് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാരിസ്ഥിതിക ഡിപ്പാർട്ട്മെൻറ്റിനോട് EC കൊടുത്തതുമായി ബന്ധപ്പെട്ട് അത് റദ്ദ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന നിർദ്ദേശം അവർക്ക് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിന്ന് വന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ ക്വാറി ജനവിരുദ്ധ ക്വാറിയാണ്. അതാണ് ഒരു 10 വർഷം മുമ്പ് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടായപ്പോഴാണ് നിർത്തിവെച്ചത്. അത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. നാട്ടിലെ ജനങ്ങൾക്ക് നല്ല എല്ലാ ആളുകൾക്കും അറിയാം. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, രോഗം പകർന്നപ്പോഴാണ്, തോട്ടിൽ നിന്ന് കുളിക്കാൻ പറ്റാത്തപ്പോഴാണ്, കിണറിലെ വെള്ളം എടുത്ത് ഉപയോഗിക്കാൻ പറ്റാതിരുന്നപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 4 കിണറുകളിലാണ് പ്രത്യേകമായ മണ്ണിടിഞ്ഞ് ഒരു പ്രത്യേക പ്രതിഭാസം ഉണ്ടായത്. അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം മലിനമായത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു തോടുണ്ട്. ആ തോട് ഒഴുകി വരുന്നത് ജനവാസ കേന്ദ്രത്തിലേക്കാണ്. ഏതാണ്ട് 10-40 കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തേക്കാണ് ആ തോട് ഒഴുകി വരുന്നത്. ആ വെള്ളമാണ് ആളുകൾ കുടിക്കുകയും അലക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ടാവും. അതുപോലെ തന്നെ 3 മീറ്റർ വീതിയുള്ള റോഡാണ്. ആ റോഡിൻ്റെ മുകളിൽ വാഹനം പോയി കഴിഞ്ഞാൽ വാഹനം പോകാനാണ് റോഡ്. പക്ഷെ ഇത്തരത്തിൽ ക്വാറിയുടെ മെറ്റീരിയൽ കൊണ്ട് കരപര പോയാൽ അതിൽ ജനങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റൂല. റോഡ് സൈഡിലാണ് ജനങ്ങൾ താമസിക്കുന്ന വീടുള്ളത്. അപകടം ക്ഷണിച്ചു വരുത്തലാണ്. വലിയ വളവും കാര്യങ്ങളെല്ലാം ഉള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ റെഡ് സോണാണ് ഈ പ്രദേശം എന്ന് നേരത്തെ മനസ്സിലാക്കിയതാണ്. ആ റെഡ് സോണുള്ള പ്രദേശമാണ്. പക്ഷെ ഇപ്പം അവർ പറയുന്നു റെഡ് സോൺ അല്ലാന്ന്. ഒരു 1970-ലാണ് അവിടെ വലിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഈ പരിസരത്ത്. ഇപ്പോൾ കഴിഞ്ഞ 2019 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവിടെ ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് അവിടെ താമസിച്ച ജനങ്ങളെല്ലാം പ്രാപ്പോയിൽ സ്കൂളിലേക്ക് വന്നിട്ട് മാറി താമസിക്കുക. അത് ഇന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവർ, ഞങ്ങളിങ്ങനെ താമസം മാറിപ്പോയി നിന്ന്. അപ്പൊ ഈ നിലയിലെല്ലാം വലിയ ഒരു പ്രതിഭാസം നിലനിൽക്കുന്ന പ്രദേശമാണ് മേലുത്താനി ക്വാറി എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണെങ്കിൽ വെള്ളം വലിയ തോതിൽ ഒഴുകി വരുന്ന ഒരു മേഖലയാണ്. 72 കുടുംബങ്ങൾ വെള്ളം എടുത്ത് ഉപയോഗിക്കുന്ന ജലനിധിയുടെ ടാങ്കും അതിൻ്റെ കുളവും എല്ലാം ഈ പരിസരത്താണ്. ഈ ക്വാറിയോട് ചേർന്നാണ് അതിൻ്റെ പൈപ്പ് പോകുന്നത്. അപ്പം ഇങ്ങനെയെല്ലാം ഉള്ള പ്രതിഭാസം ഈ ക്വാറി തുടങ്ങിയാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനമായി മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അമ്പലംകാരുണ്ട്, കലാസമിതിക്കാരുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങൾ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനോടൊപ്പം അണിചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത്. എല്ലാ വിഭാഗങ്ങളും പോകുന്നത് ഈ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനവുമായി ഞങ്ങൾ മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ പാരിസ്ഥിതിക ബോർഡിൽ ഉദ്യോഗസ്ഥർ വന്ന് എല്ലാം എടുത്ത് പരിശോധിച്ച് അവർക്ക് അനുകൂലമായ നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി വീണ്ടും മുമ്പോട്ടേക്ക് പോകും. ക്വാറി തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കുന്ന വിഷയമേ ഇല്ല. അത് ജനങ്ങൾക്ക് എതിരായതുകൊണ്ടാണ്. ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത ക്വാറിയാണ് നിങ്ങൾ തുടങ്ങിക്കോട്ടെ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് ആവശ്യമാണ്, നാടിനാവശ്യമാണ്, നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ്, അതൊക്കെ അല്ല. പക്ഷെ ഇത് ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു ക്വാറിയുടെ പ്രവർത്തനം ആണ് മേലുത്താനിയിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങി വന്നത്. ഞങ്ങൾ ജനങ്ങളിൽ നിന്നാണ് ഇതിനാവശ്യമായ എല്ലാ ഫണ്ടുകളും കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്നത്. ഹൈക്കോടതി പോകുന്നതും കേസ് നടത്തുന്നതും ഒക്കെ ഈ നിലയിലാണ്. ഇത് ജനങ്ങളുടെ ആവശ്യമാണ് എന്നതുകൊണ്ടാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്.